Watch India's largest kids library only on Jio Hotstar. Download the app now. Hey, stop! മോട്ടു ഇതെടുത്തിട്ട് നീ വേഗം ഓട് കാരണം റിലേ റേസ് നടക്കാണ് ഇന്ന ഈ ജാക്കറ്റിനെ എടുത്തിട്ടോ മുന്നിൽ നമ്പർ 1 നിൽക്കുന്നുണ്ടാവും അവന്റെ അടുത്ത് ഈ പെട്ടി കൊടുക്ക് ഓക്കെ താങ്ക് യു ഓക്കെ ജോൺ ഓക്കെ റിലേ റേസ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയാണ് കേട്ടോ ജോണേ നീ എന്തിനാ മോട്ടുവിന്റെ കയ്യിൽ ബാഗ് കൊടുത്തത്? അതൊന്നുമില്ല സിംഗം സാർ എന്നെ പിന്തുടരുകയാണ് ഞാൻ ഓടി ഓടി ടയർഡായി അത് കാരണം ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ മോട്ടുവിന്റെ അടുത്ത് കൊടുത്തു അതെ ബൈ ബൈ ഞാൻ പുറപ്പെടുകയാണ് ജോണേ നിന്നെ ഇപ്പൊ മനസ്സിലായി ഈ ജോൺ എന്തിനാ മോട്ടുവിന്റെ കയ്യിൽ ബാഗ് കൊടുത്ത എന്ന്. മോട്ടു ഒന്ന് നിൽക്ക്, ഇതൊരു റേസ് ആണെന്നൊന്ന് നീ വിചാരിക്കണ്ട. Hey, stop! Hey, John! Stop in the name of law! ഇല്ല നമ്പർ 1 ബാഗ് പിടിച്ചോ എന്നിട്ട് രക്ഷപ്പെട്ടോ. Hey! Yeah! The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ impossible. John, you are under arrest. എന്റെ അമ്മ മോട്ടു താനോ? ജോൺ എവിടെ പോയി? ചിങ്കം സാറേ, മോട്ടു ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ജോൺ ഓടി വരുന്നത് കണ്ടു, പെട്ടെന്ന് മോട്ടുവിന്റെ കയ്യിൽ ബാഗ് കൊടുത്തിട്ട് ഓടി പോവുകയും ചെയ്തു. വരൂ നമുക്ക് കാട്ടിൽ പോയി അവനെ തെരഞ്ഞു നോക്കാം. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ അവനെ വെറുതെ വിടില്ല. വരൂ അന്വേഷിക്കാം. എവിടെയായിരിക്കും ഒളിച്ചിരിക്കുക? കോൺസെൻട്രേറ്റ്. കിട്ടിപ്പോയി. ചിങ്കം സാർ അവിടെ ഉണ്ട് ജോൺ. എന്താണിത്? ഞാൻ മരത്തിന്റെ പിന്നിലല്ലേ ഒളിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? എന്റെ ജോണെ നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. എനിക്ക് കഴുകന്റെ കണ്ണാണ്. എന്റെ കണ്ണിലോട്ട് നോക്കൂ. ടൈം പ്ലീസ്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ഞാനൊരു പാവം കള്ളനല്ലേ, അതും എല്ലാം കക്കുന്നവൻ. നിങ്ങൾ ആദ്യം കയറിയിരിക്കെ എന്നിട്ട് ഞാൻ ഇരിക്കാം പ്ലീസ്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല തീരുമാനമാണ്. ഓക്കേ എന്നാ ശരി വരൂ. ബൈ ബൈ. Stop in the name of law. മോട്ടോവന്റെ ഷാർപ്പായ കാഴ്ച കാരണം അഹങ്കരിക്കുകയാണോ? നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. മോട്ടുവിന്റെ കഴുകൻ കാഴ്ചയെ ഞാൻ നശിപ്പിച്ച് കാണിച്ചു തരാം. വളരെ കോമഡി ആയിരിക്കും. ഹലോ സാർ, ഫുട്പുരി നഗരത്തിൽ ഫ്രീ ഐക്യാം ചെക്കപ്പ് നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ കണ്ണിനെ ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ കാഴ്ചയെ കുറച്ചും കൂടി പവർഫുൾ ആക്കാൻ കഴിയും. എന്ത് ഫ്രീ ഐ ചെക്കപ്പ് ക്യാമ്പോ? ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. പത്ലു വരൂ, നഗരത്തിൽ ഫ്രീ ആയി ചെക്കപ്പ് ക്യാമ്പ് വന്നിട്ടുണ്ട്. നമുക്കും പോയി ചെക്കപ്പ് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ നിന്റെ കണ്ണടയുടെ പവർ കൂട്ടിയാലോ? എന്റെ മോട്ടു, അതിന് എന്റെ കണ്ണുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ഈ ഫ്രീ ക്യാമ്പ് എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് മോട്ടു. നമ്മൾ ചെക്കപ്പിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോന്ന് സ്നേഹത്തോടെ പറഞ്ഞ് നല്ലൊരു ബില്ല് കയ്യിൽ തരും. അങ്ങനെ എങ്ങനെ സംഭവിക്കും പത്ലു? ഫ്രീ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. ഇത് നോക്കുമോട്ടു, ഞാൻ എന്തായാലും വരുന്നില്ല. നീ പോവാണെങ്കിൽ പോയി നോക്കിട്ട് വന്നോളൂ. ഞാൻ വരുന്നില്ല. ആയിക്കോട്ടെ. പത്ലുവിനോട് ഇപ്പൊ എന്ത് പറഞ്ഞാലും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുമല്ലേ?
ഈ ക്യാമ്പിൽ ഇപ്പൊ ഞാൻ മാത്രമാണ് വന്നിരിക്കുന്നത്. എന്തുമാത്രം പേര് വന്നിട്ടുണ്ടെന്ന് കണ്ടില്ലേ? ഇനിയും ഒരുപാട് പേര് വരും. ഹാ, ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഹലോ ഡോക്ടർ. നിങ്ങളുടെ ഐസൈറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല. ഒരു പക്ഷേ നിങ്ങളുടെ കാഴ്ചയെ ലോങ് സൈറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്നു. ദൂരക്കാഴ്ചയോ എന്ന് വെച്ചാൽ? അതായത് നിങ്ങളുടെ കാഴ്ച 2 ഇരട്ടി കൂടണമെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി. അത് 4 ഇരട്ടിയായിട്ട് കൂടും. അതെ, പക്ഷെ ആ ട്രീറ്റ്മെന്റിന് കുറച്ച് ചെലവാകും. എന്ത്? എന്റെ കണ്ണുകൊണ്ട് 4 മടങ്ങ് ദൂരെ കാണാൻ പറ്റുമെന്നോ? ഞാൻ തയ്യാറാണ് ഡോക്ടറെ, ഞാൻ തയ്യാറാണ്. എത്ര പൈസ വേണ്ടി വരും? 20,000 രൂപ. ഇന്ന് വാങ്ങിച്ചോളൂ. ഇവിടെ ഇരിക്കൂ പ്ലീസ്. പതുക്കെ കണ്ണു തുറക്കൂ. ഒഴിക്കുമ്പോ നല്ലോണം ഒഴിച്ചോളൂ. കുറച്ചു പോലും വേദനിക്കില്ല. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ പതുക്കെ തുറക്കൂ. കണ്ണ് തുറന്ന് പറയൂ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? ഡോക്ടർ സാറേ, നിങ്ങളിപ്പോ ഒരാളായിട്ടല്ല 4 പേരായിട്ടാണ് കാണുന്നത്. ഹലോ മോട്ടു, ഞാനാണ് ജോൺ, ഡോക്ടർ ജോൺ ദ ഡോൺ. ഇപ്പൊ ഈ 4 ഇരട്ടി ശക്തി വെച്ചിട്ട് നീ ചുറ്റിക്കൊണ്ടേയിരിക്കേ. അപ്പോഴേക്കും ജോൺ ദ ഡോൺ ആകും. ജോൺ ആകാൻ പോകുന്നു. ഡോൺ. ജോൺ, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എവിടെ പോയി? എന്നെ വന്ന് പിടിക്ക് നോക്കട്ടെ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെയുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെയുണ്ട്. ഇനി നീ ഈ കാഴ്ച വെച്ചിട്ട് എലിനെ പോലെ ചുറ്റിക്കൊണ്ടേ ഇരിക്ക്. ഞാൻ കൊള്ളയടിക്കാൻ നോക്കട്ടെ. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ. ഞാൻ നിന്നെ വെറുതെ വിടില്ല ജോണേ. എവിടെ പോയി? അതെ, അതെന്താണ് ശബ്ദം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു പ്രശ്നം തീരുമ്പോഴല്ലേ വീണ്ടും മറ്റൊരു പ്രശ്നം പൊങ്ങി വരുന്നത്. ഇനി വലിയേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെഫ്റ്റ് സൈഡ് പോയാൽ അതെന്തായാലും തെറ്റിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ മോട്ടുവിന് എങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇനി അവൻ ജീവിതകാലം മൊത്തം ഇങ്ങനെ തന്നെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും. മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡ്. സോറി പത്തലു, ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും കേട്ടില്ലല്ലോ. ഞാൻ മുൻകൂട്ടി എല്ലാം പറഞ്ഞു തന്നിട്ടും നീ ആ ചതിക്കുഴിയിൽ പെട്ട് വിഡ്ഢിയായി വന്ന് നിൽക്കുകയാണല്ലേ. നീ എന്റെ വാക്ക് കേട്ടില്ല, അതുകൊണ്ടായത്. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇവിടെ കിടക്ക്. കുറച്ച് നേരത്തിലെല്ലാം ശരിയാകോ. പ്ലീസ്. ഈ ഡ്രോപ്സ് ഇട്ടാൽ എല്ലാം ശരിയാകോ. വലിയേട്ടാ, എന്റെ ഈ കണ്ണുകൾ കണ്ട് നോക്കുമ്പോ എല്ലാ സംഗതികളും 8 എണ്ണമായിട്ടാണ് കാണുന്നത്. വിഷമിക്കല്ലേ മോട്ടു, ഇനിയും കുറച്ച് സമയത്തിൽ എല്ലാം പഴയതുപോലെ ആകോ. പൊളിച്ചേ പത്തലു, ഞാനിപ്പോ ഓക്കെ ആയി. ഇനി ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. മോട്ടു, അത് ഇങ്ങനെയല്ല, ഇപ്പോഴല്ല ചെയ്യേണ്ടത്. ജോണിനെ നമുക്ക് എല്ലാം 4 എണ്ണമായി കാണുന്ന വിധത്തിലാക്കി കൊടുക്കണം. അതായത് നിനക്ക് അവൻ പണി തന്നതുപോലെ നമുക്കും അവന് തിരിച്ച് നല്ലൊരു പണി കൊടുത്തേ മതിയാകൂ. കാരണം ജോൺ നമ്മുടെ പൈസ ഒരുപാട് വാങ്ങിയതല്ലേ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്.
മോട്ടു എന്താ ഇവിടെയൊക്കെ? ജോൺ, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. കാരണം നീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. പക്ഷെ ഞാൻ ആരെയാണ് പിടിക്കുക, ആരെയാണ് വിടുക? നിന്നെ ഇപ്പൊ 4 പേരായിട്ടല്ലേ എനിക്ക് കാണുന്നത്. പിടിക്കേ പിടിക്കേ, വന്ന് പിടിക്കേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും മോട്ടു. ദാ ഇവിടെ തന്നെ ഉണ്ട്. വന്ന് പിടിക്കാൻ നോക്ക്. എന്തായാലും ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങിക്കളയാം. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് പിടിക്കണം. വരൂ. ഇതാ, ഇത് original ആയാലും ശരി, duplicate ആയാലും ശരി. ഇതാ, വാങ്ങിച്ചോ, ഇനി വാങ്ങിച്ചോ. ഇനി രണ്ടാമത്തവനെ പിടിക്കട്ടെ ഞാൻ. അല്ല, ഇതിൽ ആരും ഒറിജിനൽ അല്ലേ? നീ ശരിക്കും എല്ലാ പ്രാവശ്യവും ശരിക്കും ആളെ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ബാക്കിയുള്ളവരെ പിടിക്കാത്ത മോട്ടോ? വരൂ. അപ്പൊ ശരിക്കുള്ള കളി കാണാൻ പോകുന്നേ ഉള്ളൂ. ഓ, ഒറിജിനൽ ജോണിനെ തന്നെ കിട്ടിയോ? വരൂ, അകത്തേക്ക് വരൂ. ഇതാ, വേണ്ട ഇതാ, മോട്ടോ, വാങ്ങിച്ചോ. എന്നെ വീട്ടിലേക്ക്. വാങ്ങിച്ചോ. പിന്നെ നീ ജയിലിലേക്ക് പോകേണ്ട ആവശ്യം വരും. Watch India's largest kids library only on Geo Hotstar. Download the app now.